നമസ്കാരം. മനുഷ്യന്റെ സഹജമായ എല്ലാ വികാരങ്ങളും ഭാവങ്ങളും രാഷ്ട്രങ്ങൾക്കുമുണ്ട് എന്നതാണ് സത്യം. സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ സ്നേഹം, സൗഹൃദം, വിദ്വേഷം, അസൂയ, പക ഇതൊക്കെ രാഷ്ട്രങ്ങൾ തമ്മിലുമുണ്ട്. മനുഷ്യന്റെ ഒരു കൂട്ടായ്മയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് പലപ്പോഴും ഈ അസൂയക്ക് സൗഹൃദ രാഷ്ട്രങ്ങൾ തമ്മിലാവും. ഭാരതം എക്കാലത്തും ഇത്തരം അസൂയക്ക് ഇരയായിട്ടുള്ള ഒരു രാജ്യമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക, സഹിഷ്ണുതയിലൂടെ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന ഭാരതത്തിൻ്റെ പാരമ്പര്യം ചൂഷണം ചെയ്താണ് വിദേശ ശക്തികൾ ഈ നാട്ടിൽ അധിനിവേശം നടത്തിയത്. ഇന്ന് അധിനിവേശത്തിൻ്റെ കാലമൊക്കെ മാറി ലോകരാഷ്ട്രങ്ങൾ സൗഹൃദത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈ അസൂയയ്ക്ക് വിധേയമാകുകയാണ് ഭാരതം. പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള ലോകശക്തികൾക്ക് മുമ്പിൽ നെഞ്ചി വിരിച്ചു നിൽക്കാനുള്ള കെൽപ്പ് നമ്മുടെ ഭാരതം നേടിയത് കൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോൾ ചവിട്ടി താഴെയിടാൻ സൗഹൃദം നടിച്ചു കൂടെ നിൽക്കുന്ന പല വൻശക്തികളും ശ്രമിക്കാറുണ്ട്. പാശ്ചാത്യ ലോകത്ത് ഈ അസൂയ അല്പം കൂടുതലാണ്. എക്കാലത്തും ഭാരതത്തെ ഇവർ പരിഹസിച്ചിരുന്നു. നമ്മുടെ വലിയ ജനസംഖ്യയും അവികസിതമായ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കയറുന്ന ട്രെയിനുകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും നശിച്ച ചേരികളുമൊക്കെ ഇവരുടെ ആനന്ദത്തിന് കാരണമായിരുന്നു. ഈ അടുത്ത കാലം വരെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവർ കാട്ടിയിരുന്നത് ഇത്തരം ആൾക്കൂട്ടങ്ങളുടെയും വൃത്തിശൂന്യതയുടെയും ചിത്രങ്ങളായിരുന്നു. എന്നാൽ പടിപടിയായി നമ്മൾ ആ പ്രതിസന്ധിയെ മറികടന്ന് മുന്നിലോട്ടെത്തിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നാലും ചൈനയിൽ ചെന്നാലും അവിടുത്തെ ഭരണാധികാരികൾക്ക് തോളിൽ കൈയിട്ട് കൂട്ടിക്കൊണ്ടുപോവേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ കരുത്തിനെ ചേർത്ത് പിടിച്ചു മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. വൃത്തിശൂന്യതയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ആരോപണം വംശീയതയുടെയും വർഗീയതയുടെയുമായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കൊണ്ട് കുത്തി കുഞ്ഞിനെ കൊന്നു ഭക്ഷിച്ചു എന്നുവരെയുള്ള കഥകളാണ് ഇത്തരം മാധ്യമങ്ങൾ എഴുതി വെച്ചത്. വർഗീയ കലാപങ്ങളുടെയും പോരുകളുടെയും ലഹളകളുടെയും ഒക്കെ കഥകൾ കൊണ്ട് അവർ സ്വയം ആനന്ദിച്ചു. ഈ വിദേശ ശക്തികൾ ചില നക്കാപ്പിച്ച സാമ്പത്തിക സഹായം ചെയ്തിട്ട് അതിൻ്റെ പേരിലും നമ്മളെ അപമാനിച്ചു കൊണ്ടിരുന്നു. പിന്നീട് വർഗീയതയുടെയും വംശീയതയുടെയും ജാതിവെറിയുടെയും ഒക്കെ പേരിലായിരുന്നു അധിക്ഷേപം. പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ആക്ഷേപവും അധികകാലം നീണ്ടു നിന്നില്ല. സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഫലസ്തീനും അടങ്ങുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണവും സ്വീകാര്യതയും ലഭിക്കുകയും ആ രാഷ്ട്രങ്ങളിലെ പരമോന്നത ബഹുമതി നൽകുകയും ചെയ്തതോടെ ഇന്ത്യയെ ഇസ്ലാം വിരോധത്തിൻ്റെയും വംശീയതയുടെയും പ്രതീകമാക്കാനുള്ള നീക്കവും പൊളിഞ്ഞുപോയി. ഇത്തരം വ്യാജ പ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞാലും അവസരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയെ അപമാനിക്കാൻ പാശ്ചാത്യ ലോകത്ത് ഗൂഢാലോചനയും കോപ്പുകൂട്ടലും തുടരുകയാണ്. അതിന് തുടർച്ചയായാണ് ഇന്ത്യയിൽ ചിത്രീകരിച്ച ഇന്ത്യൻ വംശജയായ ഒരു ബ്രിട്ടീഷ് സിനിമാക്കാരിയുടെ ഏറ്റവും പുതിയ വിവാദ ചിത്രം. സന്ധ്യ സൂരി എന്നു പേരുള്ള ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് പൗരയാണ് ഈ വിവാദ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സന്തോഷ് എന്നാണ് സിനിമയുടെ പേര്. ഷഹാന ഗോസ്വാമിയാണ് നായിക. പൂർണ്ണമായും ഇന്ത്യയിൽ ചിത്രീകരിച്ച ഈ സിനിമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയെ അധിക്ഷേപിക്കാൻ ഉന്നയിച്ചിരുന്ന അതേ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. വിധവയായ ഒരു യുവതി ഇന്ത്യൻ പോലീസിൽ ജോലിക്ക് കയറുന്നതും അവർ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് ബാലികയുടെ കൊലപാതകം അന്വേഷിക്കുന്നതുമാണ് സിനിമയുടെ പ്രമേയം. ഇതിലുടനീളം ഇന്ത്യ അപമാനിക്കാനുള്ള രംഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പോലീസിന്റെ തനി നിറം എന്ന തരത്തിൽ പോലീസിൽ വലിയ സ്ത്രീ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ദളിത് വിരുദ്ധതയും നിറഞ്ഞാടുന്നു. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതും മുസ്ലിമുകളെ അപമാനിക്കുന്നതും ദളിതരെ പീഡിപ്പിക്കുന്നതുമൊക്കെ പ്രിവിലേജായി പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നു എന്ന തരത്തിലുള്ള ചിത്രീകരണമാണ് ഉടനീളം. സ്ത്രീകളോടുള്ള ലൈംഗികാതിക്രമം ഭാരതത്തിൽ കൂടുതലാണെന്നും അതിനെ പോലീസ് ലാഘവത്തോടെ കാണുന്നുവെന്നും ആക്രമിക്കപ്പെടുന്ന സ്ത്രീയുടെ അവസ്ഥ അതിദയനീയമാണെന്നും പോലീസ് അതിക്രൂരമായി സാധാരണക്കാരെ പ്രത്യേകിച്ച് ദളിതരെ പീഡിപ്പിക്കുന്നു എന്നുമൊക്കെയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിൽ, നമ്മുടെ പോലീസിങ്ങിനെ മോശമാക്കുന്ന തരത്തിൽ, നമ്മുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ ഉണ്ടാക്കിയ ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് പാശ്ചാത്യ ലോകം കൊടുക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് റിവ്യൂകൾ വന്നു. കാൻ ഫെസ്റ്റിവലിലും ബാഫ്തായിലുമൊക്കെ ഈ സിനിമ ഇടം പിടിച്ചു. ഏഷ്യൻ സിനിമ ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഈ സിനിമയുടെ നായികയ്ക്ക് ലഭിച്ചു. അങ്ങനെ പാശ്ചാത്യ ലോകം ഇന്ത്യ അപമാനിക്കാനുള്ള വേദി എന്ന നിലയിൽ ഈ സിനിമയെ ആഘോഷമാക്കുന്നതിനിടയിലാണ് ഹിന്ദിയിൽ ചിത്രീകരിച്ച സിനിമ ഇന്ത്യയിൽ റിലീസിങ്ങിനൊരുങ്ങിയത്. എന്നാൽ കേന്ദ്ര സെൻസർ ബോർഡ് ഈ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചു. ആ സിനിമയിലെ ഒരുപാട് സീനുകൾ വ്യാജമാണെന്നും ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നും അത് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ സിനിമാ സംവിധായിക അതിന് വിസമ്മതിച്ചു. ഇതോടുകൂടി ഈ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്.
ഇന്ത്യയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്ത. ഇന്ന് ഗാർഡിയൻ അടക്കം പല പാശ്ചാത്യ മാധ്യമങ്ങളിലും സന്തോഷ് എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി മുറവിളി ഉയരുന്നുണ്ട്. സിനിമ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സിനിമ ഇന്ത്യൻ ഫാസിസത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭാരതത്തെ നാണം കെടുത്താൻ വിദേശ മാധ്യമങ്ങൾ മത്സരം തുടങ്ങിയിരിക്കുന്നു.